സോൾഡറിംഗ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് റെഡിയാക്കി എടുത്തു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ട്യൂബ് ലൈറ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് LED ട്യൂബാണ്. ഒട്ടുമിക്ക വീട്ടിലും എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഇങ്ങനത്തെ ട്യൂബാണ് ഉപയോഗിക്കുക. പക്ഷെ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നത്, അത് ഫ്ലിക്കർ അടിക്കുക, അതുപോലെ കത്താതിരിക്കുക, അങ്ങനെയുള്ള ഓരോ കംപ്ലൈൻ്റ് ഒക്കെ വരും. അപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വെറും 5 രൂപ ചെലവിൽ നമുക്കിത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കത്താത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് നമ്മൾ റെഡിയാക്കാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അയക്കണം. അപ്പോൾ ഇതൊക്കെ അയക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു ടെസ്റ്റർ എടുത്തിട്ട് നമുക്കിത് ഈ സൈഡിലേക്ക് കാണുന്ന ഹോള് കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു നിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ നിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ഇതാണ്ടോ, ഇത്രയും സാധനങ്ങൾ അതിലുള്ളൂ. ഈ ഒരു ക്ലിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതന്നെ നമുക്ക് അയക്കണം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ വയറ് ഊരി വരും. അപ്പോൾ വയറ് വരണ മുന്നേ ഈ ഒരു സൈഡിലൊരു റബ്ബർ കണ്ടില്ലേ, ഈ റബ്ബർ നമുക്കൊന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ റബ്ബർ എടുത്തു. അപ്പോൾ ഇനി വയറ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വയറ് വലിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ വയറ് തിരിച്ച് റിട്ടൺ വലിക്കണം. അപ്പോൾ ഇതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹോളിൽ കൂടെ ഇടാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഇൻസുലേഷൻ ടാപ്പും ഒരു വയറിന്റെ കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയറ് നമുക്കിതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മൾ വലിക്കുമ്പോഴും ഇൻസുലേഷൻ ഒന്ന് സൈഡിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ എത്ര നീളത്തിൽ വയറെടുത്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് തിരിച്ച് വലിക്കാം. ഇവിടെ ഒരു ഇത് കാണും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കൂടെ കയറി വരും. ഇതാണ്. ഓക്കെ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഇതിന്റെ മദർ ബോർഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് ഇതിന്റെ ലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലേ, സ്ട്രിപ്പ് ലൈറ്റ് അല്ലേ. ഇതിൻ്റെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആദ്യം ഈ ബോർഡിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ ബോർഡ് എന്ന് പറയുന്നത് ഇതിലൊരു കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച പോലെയാണ് കാണുന്നത്. ഇതിന്റെ വാല്യൂ ഒന്നും നമ്മളിതിൽ കാണുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ ഒരു ട്യൂബ് ലൈറ്റിലൊക്കെ ഇതിൽ വാല്യൂ വരുന്നത് ഒരു 63 വോൾട്ട് 10 UF ഒക്കെയാണ് വരാറ്. അപ്പോൾ അതേപോലത്തെ ഒരു കപ്പാസിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു കപ്പാസിറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും ഇതിന്റെ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതേപോലെ ഇത് അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ പഴയ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതേപോലത്തെ വാല്യൂ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഒരു 5 രൂപ ഒരു അത്രക്ക് ചിലവുള്ളൂ ഈ ഒരു കപ്പാസിറ്ററിന് കേട്ടോ. അപ്പോൾ പഴയ ബോർഡ് ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സോൾഡർ മെഷീൻ നമ്മൾ കൂടെ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ലെഡും വേസ്റ്റൊക്കെ വേണം സോൾഡറിങ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കപ്പാസിറ്ററൊക്കെ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. പഴയ പൊട്ടിത്തെറിച്ച കപ്പാസിറ്റർ നമുക്കൊന്ന് ഊരിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സോൾഡറിങ് മെഷീൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾഡറിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച കപ്പാസിറ്റർ നമ്മൾ ഊരിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു കപ്പാസിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിന് മുന്നേ ഇവിടുത്തെ സോൾഡറിങ് ഒക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെ മെഴുക്കെടുത്തൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ കപ്പാസിറ്റർ എടുക്കുക. ഇതിൽ പ്ലസും മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിലെ മൈനസ് കാണുന്ന ഈ സൈഡിലെ 2 വര കണ്ടില്ലേ ഇങ്ങനെ, ഇതാണ് ഇതിന്റെ മൈനസ് എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡ് പ്ലസ്, ഇവിടെ ഒന്നും മാർക്ക് ചെയ്യില്ല. അപ്പൊ അതേപോലെ ഈ ബോർഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബോർഡിൽ ഈ ഒരു കപ്പാസിറ്ററിന്റെ വര ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ, ഈ വരയാണ് മൈനസ് എന്ന് പറയുന്നത്, ഇപ്പുറത്ത് പ്ലസ്. അപ്പൊ ആ പ്രകാരമാണ് നമ്മളിതിൽ വെക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ കുറച്ച്
പേസ്റ്റിൽ ഇതിന് കുറച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൈനസും പ്ലസും നോക്കിയിട്ട് നേരെ തിരിച്ച് വയ്ക്കുക. അതങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. നമ്മൾ നേരെ ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കുറച്ച് ഹോളിലേക്ക് കയറ്റി വെച്ച ശേഷം നമുക്ക് സോൾഡറിങ് മെഷീൻ എടുത്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മളെ 2 കുറ്റി അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആ ലെഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് റെഡിയാക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് മടക്കി വയ്ക്കാം. കൊണ്ടാ അപ്പോൾ നമ്മളതിൽ കപ്പാസിറ്ററൊക്കെ നമ്മൾ അതേപോലെ തന്നെ സോൾഡർ ചെയ്ത് വെച്ചു. ഇത് തമ്മിൽ ഷോർട്ടിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. വേണ്ട, ഷോർട്ടിംഗ് ഒന്നും ഇല്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സോൾഡർ മെഷീൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് ഡേഞ്ചറുള്ള സാധനമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ വയറൊക്കെ ഒന്ന് അയച്ചു. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സോൾഡറിങ്ങൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കത്തുമെന്നല്ല, നമുക്കൊന്ന് കുത്തി വെക്കാം. അത് നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കണം. നമ്മളെ ഡേഞ്ചർ കുറച്ച് സിറ്റുവേഷനാണ്, ഇവിടെ ഓപ്പൺ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നേരെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് പെർഫെക്റ്റ് കണ്ടില്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കും വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ തീർത്തു. ട്യൂബ് ലൈറ്റ് ഒക്കെ നല്ലപോലെ നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. ഇനി അതാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണോ വയർ നമ്മൾ ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മളൊരു വയർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് ഇതൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇൻസുലേഷൻ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഉണ്ടല്ലേ, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വയറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം. ഓക്കെ, ഈ വയറൊന്ന് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. ഇതൊന്ന് നോക്കി നോക്കൂ. ഇവിടെ ബോർഡ് ഇങ്ങനെ കറക്റ്റായിട്ട് കയറ്റി വിടാം. അപ്പോൾ നമ്മുടെ വയർ ഇവിടെ ഇത് കൂടെ ഇങ്ങനെ കയറി കിടന്ന് കാണാം. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാപ്പ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നേരെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പണി കഴിഞ്ഞ് ഒന്ന് അയച്ചു കൊടുക്കാം. ഇതിൽ നമ്മളൊരു റബ്ബർ നമ്മൾ ഊരിണ്ടായിരുന്നു, ഒരു വാഷർ പോലത്തെ സാധനം. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വയറൊക്കെ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വൃത്തി വെക്കാം. ട്യൂബ് ലൈറ്റ് കത്തി കേട്ടോ. ട്യൂബ് ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ടിപ്സുമായിട്ട് നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.